ഇൻസ്റ്റാഗ്രാമിൽ സീംലെസ് ഫോട്ടോസ് ഒക്കെ എപ്പോൾ കണ്ടാലും ആളുകൾ ക്യൂരിയോസിറ്റിയിലൂടെ നോക്കുന്ന ഒരു സാധനമായിരിക്കും. കാരണം ഒരു ഫോട്ടോ ഒന്നും മറ്റൊരു ഫോട്ടോയിലേക്ക് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്കും നമ്മുടെ അക്കൗണ്ടിൽ കൂടെ ഇടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ഫോട്ടോയാണോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേരെ നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നേരെ ഒന്ന് പ്ലേ സ്റ്റോറിലേക്ക് വരിക, സീംലെസ് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിരവധി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഞാനിപ്പോൾ പനോരമ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ കാണാം പനോരമ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഏതൊരു ഫോട്ടോയാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്രീ ഇമേജ് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോട്ടോനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു 3 ഫോട്ടോ വരുന്ന രീതിയിൽ വേണമെങ്കിൽ 3 ഫോട്ടോ വരുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം, 5 വേണമെങ്കിൽ 5 വേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഫോട്ടോക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അത് നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. ഞാനിവിടെ അതിനുശേഷം പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏത് രീതിയിലായിരിക്കും ആ ഒരു ഫോട്ടോ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സേവ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഈ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം ആദ്യമേ വേണ്ട ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഫോട്ടോ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫോട്ടോ യാതൊരു വിധത്തിലുള്ള ഗ്യാപ്പും ഇല്ലാതെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ അപ്ലോഡ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഫ്രീ ഇമേജ് ആയതുകൊണ്ട് തന്നെ. ഫോട്ടോനെ സീംലെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷനിലെ എല്ലാ കാര്യങ്ങളൊന്നും ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫോട്ടോനെ അത് മാച്ച് ആവുന്നില്ല എങ്കിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.